ഇനി വീട്ടിലെ അടുക്കളയിലേക്ക് എത്തേണ്ട സവാളയ്ക്കും തക്കാളിക്കുമൊക്കെ തീ വിലയാണ്. തൊട്ടാൽ പൊള്ളുന്ന വെളുത്തുള്ളിയും വില കേട്ടാൽ വഴുതിപ്പോകുന്ന വഴുതനയും വിലയിൽ കൈപ്പേറുന്ന പാവയ്ക്കയും അതിരുകടന്ന് കുതിക്കുന്ന മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും ഈ അടുപ്പിലിനി വേവൂ. ജനങ്ങളുടെ നടുവുടിക്കുന്ന വിലവർധന എവിടേക്കാണ്? റിപ്പോർട്ടർ പ്രത്യേക ലൈവാത്തോണിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുന്നു. അരുൺ സോളമൻ, സൈഫുനിസ് ആലിയാർ, AK അഭിലാഷ്. ആദ്യം അരുൺ സോളമനിലേക്ക് ചാല മാർക്കറ്റിൽ നിന്ന്, അതിനുശേഷം എറണാകുളം മാർക്കറ്റിലേക്ക് പോകാം. പാളയം മാർക്കറ്റിൽ നിന്ന് AK അഭിലാഷും നമുക്കൊപ്പം ചേരും. അരുൺ സോളമൻ, സവാള, വെളുത്തുള്ളി, തക്കാളി എങ്ങനെയാ വില നിലവാരം ഇന്ന്? അരുൺ, തീർച്ചയായിട്ടും അരുൺ പറഞ്ഞ 3 സാധനങ്ങളും ഇപ്പോൾ വില കയറ്റമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ളത് ചാല മാർക്കറ്റിലാണ്. തക്കാളി കഴിഞ്ഞ ദിവസത്തേക്കാളും വില കയറി എന്നുള്ളതാണ്. നിലവിൽ ഒരു പെട്ടിക്ക് ഇന്നലത്തേന് ശേഷം ഇന്നിപ്പോൾ 200 രൂപയാണ് വില കയറിയിരിക്കുന്നത്. അതായത് ഇന്നലെ ഒരു പെട്ടിക്ക് 650 രൂപയായിരുന്നു ഹോൾസെയിൽ വില. ഇന്നിപ്പോൾ അത് 850 രൂപ ആയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഞാനിപ്പോൾ ചാല മാർക്കറ്റിലെ നമ്മുടെ ശിശുപാലൻ ചേട്ടൻ്റെ അടുത്താണുള്ളത്. ഇവിടെ പ്രധാനമായും ശിശുപാലൻ ചേട്ടൻ പറയുന്നത് ഈ മഴ, തുടർച്ചയായിട്ടുള്ള മഴ, തമിഴ്നാട്ടിൽ പെയ്യുന്ന മഴ കാരണം ഈ തക്കാളി നല്ല ക്വാളിറ്റി തക്കാളികളല്ല വരുന്നത്. അതും ഈ വിലക്കയറ്റത്തിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ശിശുപാലൻ ചേട്ടാ, എങ്ങനെയുണ്ട് വിലക്കയറ്റം? എങ്ങനെയുണ്ട്? സാരമായി ബാധിച്ചിട്ടുണ്ടോ? ബാധിച്ചിട്ടുണ്ട്. 200 രൂപ കൂടിയിട്ടുണ്ട്. 650 രൂപ ആയിരുന്നു ഞായറാഴ്ച. ഇന്ന് തിങ്കളാഴ്ച ആയപ്പോൾ 850 രൂപയായി. അതിൻ്റെ പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയാണ്. അവിടെ മഴയത്ത് സാധനം വരണത് മോശമാവും. 1 കിലോ തക്കാളി 27 കിലോ ഒരു ബോക്സിൽ വരണ തക്കാളിയിൽ 2 കിലോ വരെ വേസ്റ്റ് ഉണ്ട്. ഇത് വേസ്റ്റാണ്. ഇത് ആർക്കും കൊടുക്കാൻ പറ്റില്ല, നാട്ടുകാർ കൊടുക്കാൻ പറ്റില്ല. അതാണ് സംഭവങ്ങൾ. നിങ്ങൾക്ക് ഈ വാങ്ങുന്നതിൽ നിന്ന് ഒരുപാട് നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടുന്ന് എടുത്ത് വയ്ക്കണമില്ലേ. അപ്പോൾ 25 കിലോ 24 കിലോ തക്കാളി തൂക്കാൻ കിട്ടും. നമുക്ക് 33 രൂപ 34 രൂപ വിലയായി. ഇവിടെ വിൽക്കണത് 30 രൂപയ്ക്കാണ്. ചേട്ടാ, ഒരു പെട്ടി വരുമ്പോൾ എത്ര നഷ്ടം ഉണ്ടാവും അതിൽ? ഒരു പെട്ടിയിൽ നമുക്ക് 75-100 രൂപ വരെ നഷ്ടം വരും. നമുക്ക് ചില്ലറ കച്ചവടക്കാർക്ക് നഷ്ടം വരും. പ്രധാനമായിട്ട് ഇപ്പോൾ ഈ ചാല റോഡും പണി നടക്കുകയാണ്. ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഒരുപാട് മാസങ്ങളായി. കാരണം ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരണില്ല, സാധനം വാങ്ങാൻ വരണില്ല. അതുകൊണ്ട് ചാല മാർക്കറ്റ് തിങ്കളാഴ്ച ദിവസമായിട്ട് ചാല മാർക്കറ്റ് കിടക്കുന്നുണ്ടാവും. ഒരു മനുഷ്യനില്ല, കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ, വ്യാപാരികൾ മാത്രമേ ഉള്ളൂ, വാങ്ങാൻ ആളില്ല. ഇതാണ് സംഭവം. അരുൺ, പ്രധാനമായിട്ടും ഇപ്പോൾ നിലവിൽ വില കൂടിയിരിക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ഈ തക്കാളി, സവാള ഇന്നിപ്പോൾ 80 രൂപ ആയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ചെറുനാരങ്ങ ഇന്നിപ്പോൾ 20 രൂപ വില കുറഞ്ഞു എന്നുള്ളത് കൂടി അറിയാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസം 120 രൂപയായിരുന്ന ചെറുനാരങ്ങ ഇന്നിപ്പോൾ 100 രൂപയായിട്ടുണ്ട്. അതേസമയം വെളുത്തുള്ളി 400 രൂപയായിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ വില ഈ റെക്കോർഡ് വിലയിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ്. അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇത് ഫസ്റ്റ് ക്വാളിറ്റി വിലയാണ് ഈ 400 രൂപ. സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ 380 രൂപയായിട്ട് തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ പ്രധാനമായും ഇവിടെയുള്ള വ്യാപാരികൾ, പ്രധാനമായും ചാല മാർക്കറ്റിനെ സംബന്ധിച്ച് വ്യാപാരികൾ ഏറെ അവരുടെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കച്ചവടക്കാരെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്തെ ഹൈപ്പർ മാർക്കറ്റുകളിൽ ഇതിനേക്കാൾ വിലയിൽ വിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ലുലു മാൾ, പോത്തീസ് അടക്കമുള്ള ഹൈപ്പർ മാർക്കറ്റുകളിൽ വിലക്കയറ്റം ഉണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ പ്രധാനമായ ചാല മാർക്കറ്റിൽ ഈ സവാള വിൽക്കുന്ന ഒരു ഇടമുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് സവാള വില? എങ്ങനെയുണ്ട്? സവാള വില ഇപ്പോൾ കൂടുതലാണ്. അതിൽ പച്ച സവാള ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ വില 50-60ഒക്കെയാണ്. നമ്മളെ പൂന സവാളയൊക്കെ ഇപ്പം 80 രൂപ മേളിലാണ്. പൂന സവാള എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ വരുന്നത്. ഇപ്പം നമുക്ക് ആശ്രയം ഇപ്പം തമിഴ്നാടാണ്. ബാംഗ്ലൂർ സവാള വരുന്നത്. തമിഴ്നാടിന് എങ്ങനെയുണ്ട് വില? വില 40 രൂപയ്ക്കുണ്ട്, 50 രൂപയ്ക്കുണ്ട്. സാധാരണക്കാർക്ക് അത് വാങ്ങിക്കാം. പിന്നെ ഹോട്ടലുകാർക്ക് അത് പറ്റത്തില്ല. ഈ ഹോട്ടലുകാർ ഈ വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പൂന സവാളയാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് അല്ലേ? പൂന സവാള അവർക്ക് ഇന്ത്യൻസിനൊക്കെ പറ്റുള്ളൂ. കറിക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഉണക്ക സവാള വേണം. പച്ച സവാള അത് മധുരിക്കും, അവർക്കത് നഷ്ടമാണ്. അതുപോലെ എണ്ണയിൽ വശകി വരാനും പാടാണ്. പിന്നെ സാധാരണക്കാർ, ഹിന്ദിക്കാർക്കൊക്കെ അവർക്ക് ഒരു നേട്ടമാണ് ഈ തമിഴ്നാട് സവാള. മഹാരാഷ്ട്ര സവാള അവർക്ക് മുതലാവും. എന്താ ഇപ്പോൾ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇങ്ങനെ വില കയറാൻ കാരണം? ഒരു മഴ, ഇടക്കാലത്ത് മഴ, അത് പിന്നെ കൃഷികളൊക്കെ വെള്ളത്തിലായിപ്പോയി. അതുകൊണ്ട് മഹാരാഷ്ട്ര സവാള ഇപ്പം വരവില്ല. വരുന്നത് ഭയങ്കര ഡിമാൻഡാണ്. വെളുത്തുള്ളി എങ്ങനെയുണ്ട്? 4 മാസം കൊണ്ട് റേറ്റ് കൂടുതലാണ്. അതും മഴയുടെ ഒരു കാരണമായിരുന്നു. 4 മാസമായി 400 തന്നെയാണ് നിൽക്കുന്നത്? ഇല്ല, 380 നല്ല ക്വാളിറ്റി വെളുത്തുള്ളി 400 രൂപ ആ റേഞ്ചിനാണ് ഇപ്പോൾ 4 മാസം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്.
എങ്ങനെയുണ്ട് ചാലയിലെ വിൽപ്പന എങ്ങനെയുണ്ട് പൊതുവിൽ? ഇപ്പോൾ റോഡ് കംപ്ലീറ്റും ഇവിടെ മോശമായ രീതിയിൽ തോണ്ടിയും പണിയും നടക്കുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട്. ആരും വെളുത്തുള്ളിയുടെ വില കൂടി ഒന്ന് ചോദിക്കുമോ അവിടെ എത്രയാണ്? പിന്നെ ഇന്ത്യക്കാരുടെ ആ വൈകുന്നേരത്തെ ഒരു തിരക്ക് മാത്രമേ ജോലി കഴിഞ്ഞ് അവർ ഈ ചിക്കനും മീനും കൊണ്ടുകൊണ്ട് ഇവിടെ വരുന്നതാണ്. അരുൺ, പ്രധാനമായും വെളുത്തുള്ളി 400 രൂപയാണ്. 400 രൂപയായിട്ട് കഴിഞ്ഞ ഒരു മാസമായി 400 രൂപയിൽ തുടരുന്നു. ഇതിൽ സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് 380 രൂപയാണ്. 380 അല്ലേ സെക്കൻഡ് ക്വാളിറ്റി? 80. ആ, ഫസ്റ്റ് ക്വാളിറ്റി 400. അതെ ചേട്ടാ, ഇവിടെ എങ്ങനെ തക്കാളി എങ്ങനെ വില വ്യത്യാസമുണ്ടോ തൊട്ടപ്പുറത്ത് നിന്നും? വില വന്നിട്ട് 40-35 തന്നെ. നേരത്തേക്കാളും 10 രൂപ മാറ്റമുണ്ട് കിലോയ്ക്ക്. മാറ്റം. ഈ മഴ ഒരു പ്രശ്നം തന്നെയാണ്. മഴ തന്നെ കാരണം. മഴ പറഞ്ഞാൽ തന്നെ സാധനങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. സാധാരണക്കാർ വരുമ്പോൾ എങ്ങനെ അവരുടെ ഒരു മനോഭാവം എങ്ങനെയാണ് വാങ്ങുമ്പോൾ? ഇപ്പോൾ വലിയ വിലയെന്ന് പറയാൻ വലിയ 100-120 രൂപ ഇട്ടിപ്പോൾ 40 രൂപ 35 വലിയ വിലയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ തക്കാളി വലിയ വിലയല്ല. കാരണം അല്ലെങ്കിൽ 120 രൂപ വെയിറ്റല്ലേ വെളിയിൽ പിന്നെ 20 രൂപ വന്ന്. അതുകൊണ്ട് ഇതിപ്പോൾ വില കൂടിയും കുറഞ്ഞിരിക്കും. ഈ മഴയായിട്ട് ഒറ്റ പ്രശ്നത്തിലാണ് ചെറിയൊരു വ്യത്യാസം. നഷ്ടം ഉണ്ടാവുന്നുണ്ടോ മഴ കാരണം? നമുക്ക് മഴയാകുമ്പോൾ കച്ചവടം കുറയുമ്പോൾ ഈ കൊണ്ടുവന്ന സാധനം അടിപൊളി വരും. കാരണം നമ്മൾ പൊട്ടിക്കുമ്പോൾ ഈ മഴയത്ത് വരുമ്പോൾ ഈ എടുത്ത് പൊളിക്കും പകുതി കൂടി കേടായി വരും. അങ്ങനെ കാരണം വെള്ളം നനഞ്ഞ് വരുന്ന സാധനമല്ലേ. അതുകൊണ്ട് അത് നോക്കിയെടുത്തില്ലെങ്കിൽ അതിന് നമുക്ക് നഷ്ടം വരും. അതുകൊണ്ടൊക്കെ വ്യാപാരികൾ കുറച്ചേ ഇറക്കുള്ളൂ. തക്കാളി പ്രധാനമായിട്ട് തമിഴ്നാട് തന്നെയാണോ ആശ്രയം? ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. ഈ ബാംഗ്ലൂരിൽ വരുന്ന തക്കാളിയാണോ വില കുറവ്? അതിന് ബാംഗ്ലൂരിൽ തന്നെ മെയിൻ ലോഡ് ബാംഗ്ലൂരിലാണെന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ വിശദമായ വിവരം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരാളെ പറയാം. ഇതുകൊണ്ട് പട്ടയിക്കണ്ട സുൽബി, അത് ഹോൾസെയിൽ കടയാണ്. അത് അവൻ്റെ ചോദിച്ചാൽ അവൻ വിശദമായിട്ട് എല്ലാ കാര്യവും. ഓക്കെ, ഉരുളക്കിഴങ്ങ് ഇഞ്ചിയൊക്കെ എങ്ങനെയാണ് വില? ഉരുളക്കിഴങ്ങ് നോർമൽ വിലയാണ്. ഇപ്പം 40 രൂപ 50 രൂപ റേഞ്ചിന്. ഈ പച്ച ഇഞ്ചിക്ക് എങ്ങനെയാണ് വില? പച്ച ഇഞ്ചി ഇവിടെ 60 രൂപയാണ് വരുന്നത്. നമ്മൾ പിന്നെ 70 വിൽക്കുന്നുണ്ട്, 80 വിൽക്കണം, 100 രൂപ വിൽക്കുന്നുണ്ട്. 200 രൂപയ്ക്ക് വിൽക്കുന്നു പറഞ്ഞല്ലോ. അതെങ്ങനെ ആ ക്വാളിറ്റിയുടെ വ്യത്യാസം എന്താണ്? നമ്മളെ വയനാട് ഇഞ്ചിയാണ്, മുറ്റ ഇഞ്ചി. അതിപ്പോൾ ഈ മഴ സമയത്ത് അത് ഉണക്കാൻ പറ്റിയില്ല അവർക്ക്. അതുകൊണ്ട് ആ ഇഞ്ചി ഇപ്പം ചാലേ വരുന്നില്ല. എല്ലായിടത്തും പച്ച ഇഞ്ചി തന്നെയാണ്. അരുൺ, നമ്മുടെ ദുരന്തം നടന്ന വയനാട്ടിൽ നിന്നും ഇഞ്ചി വരുന്നുണ്ട്. അതാണ് ഏറ്റവും വിലയുള്ള ഇഞ്ചി. 200 രൂപയ്ക്ക് ഇവിടെ വിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പലതരത്തിൽ 80 രൂപ 60 രൂപ ഇങ്ങനെ പലതരത്തിൽ വിൽപ്പനയുണ്ട്. അത്തരത്തിൽ വില വ്യത്യാസമുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും ഇവിടെയുള്ള ഈ കച്ചവടക്കാർ പ്രധാനമായും അവർ ആശങ്ക വെക്കുന്നത് ഇടപെട്ടുള്ള മഴയാണ്. തമിഴ്നാടായാലും മഹാരാഷ്ട്ര, ബാംഗ്ലൂർ ഈ സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഈ ഇവിടെ എത്തുന്ന പച്ചക്കറികൾ, ഉള്ളി അടക്കമുള്ള സാധനങ്ങൾ എത്തുന്നത്. ഇത്തരത്തിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ഇടപെട്ടുള്ള ഇങ്ങനെ പോയ ഉള്ളിക്കറി ഉപേക്ഷിക്കേണ്ടി വരും. സവാളയും അതേപോലെ ഇഞ്ചിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് മൂപ്പിക്കുന്ന മീൻകറി അടക്കം നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ആ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. തീർച്ചയായിട്ടും അരുൺ, ഇപ്പോൾ അവർ പറയുന്നത് തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വില കുറഞ്ഞ സാധനങ്ങൾ എങ്ങനെ വാങ്ങാമെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ സവാള തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന സവാളക്കാണ് ഏറ്റവും കൂടുതൽ വില എന്നുള്ളത്. 80 രൂപയാണ്. കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ 50 രൂപ 60 രൂപയിൽ നിന്ന് സവാളയാണ് ഇപ്പോൾ 80 രൂപയായിരിക്കുന്നത്. ഇത്തരത്തിൽ വില കയറ്റം ഉണ്ടാകുമ്പോൾ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വെളുത്തുള്ളി, സവാള, തക്കാളി പോലുള്ള ഈ വെജിറ്റബിൾസാണ്. അപ്പോൾ ആ പച്ചക്കറികൾക്കാണ് ഇപ്പോൾ വില കയറ്റം ഉണ്ടായിരിക്കുന്നത്. അതിന് പുറമെ അരുൺ, ഇതിന് ചാല മാർക്കറ്റിനെ സംബന്ധിച്ച് നഗരസഭയ്ക്ക് പരിധിയിൽ വരുന്നൊരു മാർക്കറ്റാണ്. ഇവിടുത്തെ ഈ റോഡ് പ്രശ്നം കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യണം. കാരണം കഴിഞ്ഞ ഒരു 6 മാസത്തിലുപരിയായി ഈ റോഡ് പൊളിച്ചിട്ടിരിക്കുന്നു. കഴിഞ്ഞ 2-3 സമയത്തെ മഴയത്ത് ഈ ചാല മാർക്കറ്റിൽ വെള്ളക്കയറ്റം ഉണ്ടായി. പച്ചക്കറി വിൽപ്പന നടത്താൻ പറ്റാതെ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യമാണ്. അതിലിപ്പോഴും മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അരുൺ ഇതിൽ പ്രധാനപ്പെട്ട. അല്ല, ഈ ആ റോഡ് എന്താ ഇപ്പോൾ ശരിയാക്കാത്തത്? എന്താ പ്രശ്നം? ഈ മറ്റെന്തെങ്കിലും ലൈനുകൾ വലിക്കുന്നതിനോ വെള്ളം കൊണ്ടുപോകുന്നതിനോ ഒക്കെ വേണ്ടിയാണോ റോഡ് പൊളിച്ചിട്ടത്? അരുൺ കേൾക്കാമോ? അരുൺ കേൾക്കാമോ? അരുൺ സോളമൻ, തലസ്ഥാനത്തും പച്ചക്കറിക്ക് വില കൂടുന്നു. പ്രത്യേകിച്ച് വെളുത്തുള്ളിക്ക് നല്ല വിലയാണ്, സവാളയ്ക്ക് നല്ല വിലയാണ്. ഇപ്പോൾ തക്കാളിയുടെ വില 10 രൂപ കണ്ട് കൂടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ചാല മാർക്കറ്റിൽ ആളുകൾ പറയുന്നത്. ചാല മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ആ മാർക്കറ്റിൻ്റെ തൊട്ട് മുന്നിലുള്ള റോഡ് പൊളിച്ചിട്ടിട്ട് 6 മാസമായി. അവിടെ കോർപ്പറേഷൻ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. നമുക്ക് ചാലയിലെ വിശേഷങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി നമുക്കൊന്ന് കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ സൈഫുനീസയുണ്ട്. സൈഫുനീസ, ഉള്ളിക്കറിയൊക്കെ ഒഴിവാക്കിയെന്ന് തോന്നുന്നു. എന്താണ് എറണാകുളം മാർക്കറ്റിൻ്റെ വില നിലവാരം? അരുൺകുമാർ
സുകുമാർ, ഇക്കണക്കിനാണെങ്കിൽ ഉള്ളിക്കറിയൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഉള്ളിത്തീയലിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഏറ്റവും വലിയ താരം എന്ന് പറയുന്നത് പച്ചക്കറികളിൽ ഇപ്പോൾ വെളുത്തുള്ളിയാണ് താരം. തിരുവനന്തപുരത്തെ അത്രയും വലിയ വിലവർധനയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും 380 രൂപയാണ് ചില്ലറ വിൽപ്പനയിൽ വെളുത്തുള്ളി. അതായത് സ്വർണം തൂക്കുന്നത് പോലെ ഗ്രാം വെച്ചൊക്കെ ഇനി വെളുത്തുള്ളി തൂക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം മാർക്കറ്റിനകത്താണ്. ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്, മാർക്കറ്റ് ദിവസമാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു തിരക്കൊന്നും കാണുന്നില്ല. കാരണം ഈ വിലവർധന തന്നെയാണ് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. പച്ചക്കറികൾ ഈ മൊത്ത കച്ചവടക്കാരായി വന്ന് ഇവിടെ നിന്ന് വാങ്ങാൻ വരുന്നവരാണ് കൂടുതലും ഉള്ളത്. ഇതിൽ ഏറ്റവും വില കൂടിയിരിക്കുന്ന 3 ഐറ്റംസ് എന്ന് പറയുന്നത് സവാള, ഉള്ളി, മുരിങ്ങാക്കോല് ഇവയൊക്കെയാണ്. ഒപ്പം വെളുത്തുള്ളിയും. ഈ വെളുത്തുള്ളിയാണ് ഇതിലെ ഏറ്റവും സൂപ്പർ താരം. ഈ വെളുത്തുള്ളിക്ക് വില 400 അടുക്കുകയാണ്. ഒപ്പം തന്നെ ഇത് റോസ് സവാളയല്ലേ, ഇത് റോസ് സവാളയാണ്. ഈ സവാളയ്ക്ക് 60 രൂപയുള്ളൂ. പക്ഷേ ഇത് നമുക്ക് ഈ ചെറിയ ഉള്ളിക്കൊക്കെ പകരം ഉപയോഗിക്കാവുന്ന, ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടെ വലിയ വെളുത്ത സവാള ഉണ്ടല്ലോ, അതാണ് ഉപയോഗിക്കുക. അതിൻ്റെ വില 100 അടുക്കുകയാണ്. 80 ഇപ്പോൾ നിലവിൽ മൊത്ത വിൽപ്പനയിൽ ഉള്ളത്. ഇപ്പോൾ പച്ചക്കറികൾ ഇവിടെ കൊണ്ടുവന്ന് ലോഡ് ഇറക്കുകയാണ് തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ. മുരിങ്ങാക്കോലൊക്കെ ഇട്ടുള്ള സാമ്പാറിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിൽ വില കൂടിയിട്ടുണ്ട്. ഇവിടെ പച്ചക്കറി പയറുണ്ട്. പയറിന് പക്ഷെ കുറച്ച് കുറഞ്ഞു എന്നാണ് ഇപ്പോൾ കച്ചവടക്കാരൊക്കെ പറയുന്നത്. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ വില കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്യാരറ്റിന് വില കൂടുതലാണ്, ബീട്രൂട്ടിന് വില കൂടുതലാണ്, കത്രിക്കയ്ക്ക് വില കൂടുതലാണ്. അങ്ങനെ നിലവിൽ ഭൂരിഭാഗം സാധനങ്ങൾക്കും വില കൂടിയ അവസ്ഥ തന്നെയാണ്. പ്രധാനമായും ഇവിടെ എറണാകുളം മാർക്കറ്റിലേക്ക് പച്ചക്കറികൾ വരുന്നത് കർണാടകയിൽ നിന്നും ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെയാണ്. ഇവിടെ ഇവിടെ വരവും കുറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കേട്ടില്ല അരുൺകുമാർ? കൊച്ചിയിൽ വെളുത്തുള്ളിയുടെ വില എന്താ? വെളുത്തുള്ളിയുടെ വിലയാണ് ഞാൻ പറഞ്ഞത്. 360 മൊത്ത കച്ചവടക്കാർ വിൽക്കുന്നത്. ചില്ലറ വിൽപ്പനയിൽ 380 അടുത്തേക്ക് പോകും. 400 അടുക്കുകയാണ് വെളുത്തുള്ളി. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞതുപോലെ സ്വർണം ഗ്രാമിന് തൂക്കുന്നത് പോലെ വെളുത്തുള്ളി തൂക്കേണ്ടി വരും. കാരണം 1/4 കിലോ വെളുത്തുള്ളി വാങ്ങണമെങ്കിൽ 100 രൂപ കൊടുക്കേണ്ടി വരും. 100 രൂപ കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരു വീട്ടിലേക്ക് 1/4 കിലോ വെളുത്തുള്ളി മേടിക്കുക പ്രായോഗികമല്ല, 100 രൂപ കൊടുത്താൽ. അപ്പോൾ പിന്നെ നമ്മളത് ഗ്രാം കണക്കിന് തൂക്കേണ്ടി വരും. 100 ഗ്രാമോ 150 ഗ്രാമോ അങ്ങനെയൊക്കെ വെളുത്തുള്ളി തൂക്കി മേടിക്കേണ്ട അവസ്ഥയിലേക്കാണ് നിലവിൽ പോകുന്നത്. ഏതൊക്കെ പച്ചക്കറിക്ക് ഇപ്പോൾ വില കൂടി നിൽക്കുന്നത്? പച്ചക്കറി ഇപ്പോൾ ക്യാരറ്റിന് വില കൂടുതലാണ്. ക്യാരറ്റ്, പയർ 50 രൂപ റേറ്റ് ഉണ്ട്. പിന്നെ ബീറ്റ്റൂട്ട് വില കൂടുതലാണ്. മുരിങ്ങാക്കോലാണല്ലോ ഏറ്റവും കത്തി നിൽക്കുന്നത്. 200 രൂപ റേഞ്ച് വരുന്നുണ്ട്. ആൾ വരുന്നുണ്ട്. അതെ, ഇവിടെ കടയുടെ ഉടമ അഷ്റഫിക്ക ഉണ്ട്. ഈ AKK വെജിറ്റബിൾസിൻ്റെ ഉടമയാണ്. നമുക്ക് സ്ഥിരമായി ഈ വില വിവര പട്ടികയൊക്കെ തരുന്ന ഒരാളാണ്. ഈ മുരിങ്ങാക്കോലിന് ഇന്നലെ ഞാൻ അഷ്റഫിക്കാനോട് സംസാരിച്ചപ്പോൾ ഒരു 15 രൂപ കുറവായിരുന്നു അല്ലേ? മുരിങ്ങാക്കോലിന് ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരു 15 രൂപ കുറവായിരുന്നു. ഇന്നിപ്പോൾ 15 രൂപ കൂടിയുണ്ട്. അതിൻ്റെ വളരെ കുറവായിട്ടാണ് മുരിങ്ങാക്കോൽ വരുന്നത്. മണ്ഡലക്കാലമായതുകൊണ്ട് എങ്ങനെയായാലും 1/4 കിലോ 1/2 കിലോ ആണെങ്കിലും വാങ്ങിക്കും. അത് മുരിങ്ങാക്കോൽ പ്രധാനപ്പെട്ട ഐറ്റമാണ്. അത് ഒഴിവാക്കില്ല. അപ്പോൾ അത് വില കൂടിയാൽ അതിൻ്റെ അളവിൽ കുറവ് വരുത്തും എന്നുള്ളതല്ലാതെ അത് വാങ്ങിക്കാതിരിക്കില്ല. അപ്പോൾ ഇന്നലെ 180 രൂപ, ഇന്ന് 195 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിക്കും വില കൂടുതലുണ്ട്. അങ്ങനെ ഒരു 2-3 ഐറ്റങ്ങളാണ് പ്രധാനമായിട്ട് വില കൂടുതലുള്ളത്. പച്ചക്കറികളിലെല്ലാം വളരെ നോർമലായിട്ടുള്ള വില. തക്കാളി 40 രൂപ, അച്ചിങ്ങ 40 രൂപ, വെണ്ടക്ക 50 രൂപ, ക്യാരറ്റ് 70 രൂപ, ബീറ്റ്റൂട്ട് 65 രൂപ. അങ്ങനെ അതെല്ലാം നമുക്ക് താങ്ങാവുന്ന വിലയുള്ളൂ. ഇങ്ങനെ 2-3 ഐറ്റങ്ങൾക്ക് പ്രധാനമായിട്ടും മൊത്ത വിൽപ്പനയിലുള്ള വില വരുമ്പോൾ നിങ്ങൾക്ക് താങ്ങാവുന്നതായിരിക്കും. പക്ഷേ സാധാരണക്കാരിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ പൈസ കൂടുതൽ അത് വരുമല്ല. അതിപ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടിങ്ങും അതിൽ പറഞ്ഞ കുറവുകളും അതിൽ വേസ്റ്റ് പോകണതൊക്കെ അത് കണക്കാക്കി വേണമല്ലോ ചില്ലറക്കാരനും കച്ചവടം ചെയ്യാൻ. അപ്പോൾ അത് മാർക്കറ്റിൽ വന്ന് വാങ്ങിക്കുന്നവർക്ക് ഈ വിലക്ക് കിട്ടും. പുറമേ എന്ന് പറയുമ്പോൾ അല്പം കൂടി വില കൂടും. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. കച്ചവടം അതിപ്പോൾ നമ്മളാണെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോയി വേറെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ അതിന് വരുന്ന ചിലവുകൾ അതൊക്കെ ഇതിൻ്റെ മുകളിലാണല്ലോ വരുന്നത്. അതിനെല്ലാം ഉപഭോക്താക്കൾക്ക് അത് അതിൻ്റെ മേലെ വരും. എവിടെ നിന്നൊക്കെ ഇപ്പോൾ പച്ചക്കറി കൂടുതലായിട്ടും വരുന്നത്? എവിടെ നിന്നാണ് കുറവ് വരുന്നത്? ഇപ്പോൾ ഇവിടെ നിന്ന് വരുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. പിന്നെ തക്കാളി വരുന്നതും അതുപോലെ തന്നെ മൈസൂറിൽ നിന്ന് വരുന്നുണ്ട് തക്കാളി, ഹുസൂറിൽ നിന്ന് വരുന്നുണ്ട്, കർണാടകത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഇത്രയും എല്ലാ സ്ഥലത്തും സീസൺ ആയതുകൊണ്ടാണ് ഇത്രയും വില കുറഞ്ഞേക്കണം. ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് അതിൻ്റെ വരുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രം കൃഷിയും അത് സാധനങ്ങളും വരുന്നതാകുമ്പോഴത്തേനും വില കൂടും. അത് പച്ചക്കറിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. ബീൻസ് 120-130 രൂപ വരെയൊക്കെ കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് വന്നിട്ടുണ്ട്. അതൊക്കെ കുറഞ്ഞിപ്പോൾ 60 രൂപ 50 രൂപ വരെ ആയിട്ടുണ്ട്.
അങ്ങനെ ചില ഇനങ്ങൾക്ക് വില കൂടും, അത് വളരെ കുറവായിട്ട് വരുന്നത്. അതേസമയം പൊതു മാർക്കറ്റുകളിൽ എപ്പോഴും അത് അവിടത്തേക്കാൾ വില കുറച്ച് വിൽക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ഞങ്ങൾ 213 കച്ചവടക്കാരാണ് ഇവിടെ ഒരുമിച്ച് കച്ചവടം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വില കൂട്ടി വിൽക്കുന്ന ഒരു സാഹചര്യം ഈ എറണാകുളം മാർക്കറ്റിനെ സംബന്ധിച്ചില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ ഓരോ കടകളിലും ചോദിച്ചാണ് ഇങ്ങനെ കച്ചവടക്കാർ. അരുൺകുമാർ, 2 ആഴ്ച മുമ്പ് ഇവിടെ തക്കാളിക്ക് വലിയ രീതിയിൽ വില കൂടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് തക്കാളി മേടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ തമിഴ്നാട്ടിലേക്ക് അവർ നോർത്ത് ഇന്ത്യക്കാർ വന്ന് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അതിൽ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നതിലുള്ള കുറവുണ്ടായി. അത് അങ്ങനെ വന്നാൽ അത് അവിടെ നിന്ന് ഉസൂറിന് മാത്രമായി തക്കാളി. ഇത് മറ്റത് അവിടെ നിന്ന് നാസിക്കും ഒക്കെ അവിടെ സീസണായിരുന്നു. അവിടെ തക്കാളി അവിടെ ഇല്ലാതെ വന്ന അവസ്ഥയിലാണ് അവരിങ്ങോട്ട് വരുന്നത്. അപ്പോൾ വില കൂടും. അത് എന്ത് സാധനങ്ങൾക്കും അത് തന്നെയാണ് വില. ഇപ്പോൾ സബോളക്ക് വില കൂടിയിട്ടുണ്ട്. 40 രൂപ 35 രൂപ ആയിട്ടുണ്ട്. അതിപ്പോൾ വില കൂടിയിട്ടുണ്ട് 70-72 വരെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോൾ അതിൻ്റെ പുതിയ കൃഷി പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും അതിന് വില കുറയും. അത് അങ്ങനെയാണത്. അതിപ്പോൾ ഡിസംബർ മാസത്തോടുകൂടി അതിന് വില കുറയും. ഒരു 4 വർഷം മുമ്പ് സെഞ്ചുറി കടന്നായിരുന്നു. 100 രൂപയിൽ കൂടുതൽ വന്നായിരുന്നു. അന്ന് നമ്മൾ ഇറാഖ് സവാള അതുപോലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്തെങ്കിലും ഈ ലോകത്ത് നിലവാരമുള്ള സവാള പൂന സവാളയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും എന്ത് ഉപയോഗിക്കണമെങ്കിലും, അതായത് പച്ചക്കറി വെക്കണമെങ്കിലും നോൺ വെജ് വെക്കണമെങ്കിലും ഒക്കെ ആവശ്യമുള്ള പ്രധാനപ്പെട്ട സാധനമാണ് ഈ വെളുത്തുള്ളിയും സവാളയും. അതില്ലാതെ നമുക്കൊരു ഭക്ഷണത്തെ പറ്റി ചിന്തിക്കാനേ വേണം. സവാളയിലെ അത്യുഗ്രൻ സവാള പൂനെ സവാളയാണ്. അതാണ് ഫസ്റ്റ് ക്വാളിറ്റി സവാള. ആ പൂനെ സവാളയ്ക്ക് വലിയ മധുരമൊന്നും ഉണ്ടാവില്ല. ബാക്കി കിട്ടുന്ന സവാളയ്ക്കൊക്കെ ചെറിയ മധുരം ഉണ്ടാവും. ചെറിയ സവാള നിങ്ങൾ കാണുമല്ലോ, അതിന് ചെറിയ മധുരം ഉണ്ടാവും. പക്ഷെ അതൊന്നും വെച്ച് ആ രീതിയിൽ നോൺ വെജോ വെജോ ഒന്നും പാചകം ചെയ്യാൻ കഴിയില്ല എന്നാണ്. മാത്രമല്ല, ഇത് കേരളത്തിൽ മാത്രമല്ല കേട്ടോ. ഇത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ മാത്രം വിലക്കയറ്റമായി ചിത്രീകരിക്കാനല്ല നമ്മളിത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കാരണം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ചില ആളുകൾ ഇവിടെ വന്ന് ചില പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു പോകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് അത്ഭുതമായിട്ടിരിക്കുന്നു അല്ലേ സൈഫു? നമ്മളങ്ങനെ കേട്ടിട്ടേ ഇല്ല. കാര്യം നമ്മൾ അതിർത്തി വിട്ടാലാണ് പലപ്പോഴും പച്ചക്കറിക്കൊക്കെ വില കുറയുന്നത്. എനിക്കൊന്നു ഈ മൈസൂരിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറി തമിഴ്നാട്ടിലോട്ട് എത്തുമ്പോൾ അത്രയും കൂടി ട്രാൻസ്പോർട്ടേഷൻ ചിലവ് കൂടുന്നു. അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തമിഴ്നാടിനെ അപേക്ഷിച്ച് ചില സാധനങ്ങൾക്ക് വില കുറയുന്നത് അല്ലേ സൈഫുനീസ? ഇനി അങ്ങോട്ട് വരുന്തോറും പച്ചക്കറിയുടെ വില കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ മഴ തടസ്സമായി കഴിഞ്ഞാൽ വീണ്ടും വില കൂടും എന്നുള്ളത് ഉറപ്പാണ്. ഇത് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണല്ലോ നമ്മുടെ ഭൂരിഭാഗവും ഈ പച്ചക്കറി വിപണി നിൽക്കുന്നത്. തമിഴ്നാട്ടിനെ ആണെങ്കിലും കർണാടകയൊക്കെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഹാരാഷ്ട്ര അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് ഇപ്പോൾ പച്ചക്കറിയുടെ വരവ് കൂടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി വില കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം കാലാവസ്ഥയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമുക്ക് അതൊന്നും പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ നിലവിൽ നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു സാഹചര്യം. നിലവിൽ മണ്ഡലകാലമാണ്. എല്ലാവരും വ്രതം അനുഷ്ഠിക്കുന്ന സമയമാണ്. 50 നോമ്പ് നടക്കുന്ന സമയമാണ്. അവിടെയും ഈ നോൺ വെജ് ഐറ്റംസ് മാറി വെജിറ്റേറിയൻ ഫുഡിലേക്ക് മാറുന്ന ഒരു ടൈമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ ഈ പച്ചക്കറികളെ ആശ്രയിക്കുന്ന ഒരു സമയത്തേക്ക് എത്തുമ്പോൾ ഇത്ര വില കൂടുമ്പോൾ തീർച്ചയായും അത് മലയാളികളുടെ കുടുംബ ബജറ്റിനെ ബാധിക്കും എന്നുള്ളത് വാസ്തവമാണ്. ഓക്കെ സൈഫുനീസ, എനിക്ക് താങ്ക് യു. ഞാനൊന്ന് പാളയം മാർക്കറ്റിലേക്ക് പോകാം. അതിനു മുമ്പ് അബ്ദുൽ ഗഫൂർ സൗദിയിലെ വില നിലവാരം കൂടി അറിയിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇത് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ പൂനെയിൽ നിന്നും പോകുന്ന സവാളയാണല്ലോ പല ഗൾഫ് മാർക്കറ്റുകളിലും ഒക്കെ ലഭ്യമാവുന്നത്. അവിടെ നല്ല വിലയാട്ടോ. ഗഫൂർ പറയുന്നത് 1 കിലോ ഉള്ളിക്ക് 9 റിയാലാണ് എന്നാണ്. ആണോ? അങ്ങനെ 9 റിയാൽ എന്ന് പറഞ്ഞാൽ 22 രൂപ വെച്ച് നോക്കിയാൽ 198 രൂപ വരും. 1 കിലോ ഉള്ളിക്ക് സൗദിയിൽ ഇന്ത്യൻ കറൻസിയിൽ 198. തക്കാളി 7 റിയാലാണ്, 154 രൂപ വരും ഇന്ത്യൻ മാർക്കറ്റിൽ. ചെറിയ ഉള്ളി 22 റിയാൽ, 484. നേന്ത്രപ്പഴം 18 റിയാൽ. ഇതാണ് സൗദിയിലെ സ്ഥിതി എന്ന് കൂടി പറയുന്നു. അപ്പോൾ ഈ വിലക്കയറ്റം പൊതുവെ എല്ലായിടങ്ങളിലുമുണ്ട്. കാലാവസ്ഥ ചതിച്ചതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഈ ഹോർട്ടികോർപ്പിൻ്റെയൊക്കെ മാർക്കറ്റുകളിൽ ഇത് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഹോർട്ടികോർപ്പും സപ്ലൈകോയുടെയൊക്കെ കാര്യത്തിൽ ചെറിയ പരാധീനതകളുണ്ട്. സപ്ലൈകോയിലെ പല സാധനങ്ങളും ഇപ്പോഴും കിട്ടുന്നില്ല എന്ന പരാതിയും വ്യാപകമാണ്. സപ്ലൈകോ യഥാർത്ഥത്തിൽ നടുവൊടിഞ്ഞ് കിടക്കുന്നൊരവസ്ഥയിലാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ഇടയ്ക്കൊന്ന് പുനരുജ്ജീവിക്കാൻ വന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭ്യമാവുന്നില്ല എന്ന വാർത്തയും വരുന്നു. ഇപ്പോൾ പാളയം മാർക്കറ്റിൽ നിന്ന് AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. AK അഭിലാഷിന് ഇഷ്ടപ്പെട്ട മുരിങ്ങക്ക അവിയൽ, മുരിങ്ങക്ക തോരൻ, അതേപോലെ ഈ ഉള്ളിത്തീയൽ, വെളുത്തുള്ളി ഉപയോഗിച്ചുകൊണ്ട് ഉള്ള നല്ല മീൻകറി, ഇതൊക്കെ ഇനിയിപ്പോൾ നഷ്ടമാവുമല്ലോ കുറച്ച് നാളത്തേക്ക്. AK അഭിലാഷ്,
അരുൺ, ഇതിൽ ഇപ്പോൾ ചാലിൽ നിന്നും അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്നൊക്കെ വരുന്ന ആ വില വിവര പട്ടിക കേൾക്കുമ്പോൾ, ആ വില നിലവാരം കേൾക്കുമ്പോൾ കോഴിക്കോട്ടുള്ള ആളുകൾക്ക് കുറേ കൂടി ആശ്വാസകരമാണ് എന്ന് തോന്നുന്നു. കാരണം കോഴിക്കോട് അത്രത്തോളം വില വർധനവില്ല എന്നുള്ളതാണ്. ഇത് നമുക്ക് പ്രധാനമായും ഇപ്പോൾ ശബരിമല സീസണാണ്. ആ ശബരിമല സീസണിൽ പലരും ഈ മത്സ്യം മാംസാദികളൊക്കെ വെടിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ പച്ചക്കറിയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആവശ്യകത പച്ചക്കറിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ തക്കാളി വളരെ മുഞ്ചുള്ള, നേരത്തെ അവിടെ പറഞ്ഞതുപോലെയല്ല, ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള തക്കാളിയാണ് എത്തിയിരിക്കുന്നത്. ഈ തക്കാളിക്ക് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏതാണ്ട് 40, നേരത്തെ 80 രൂപയൊക്കെ വിറ്റിരുന്ന തക്കാളിയാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു 30 രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു പെട്ടി തക്കാളിക്ക് 28 കിലോ ആണ് ഒരു പെട്ടിയിൽ വരുന്നത്. ആ തക്കാളിക്ക് ഇപ്പോൾ 750 രൂപയാണ്. ഏതാണ്ട് 28 രൂപയ്ക്കാണ് ഇപ്പോൾ ഹോൾസെയിൽ റേറ്റ് വരുന്നത്. അതായത് പുറത്തേക്ക് വരുമ്പോൾ ഏതാണ്ട് ഒരു 35-40 രൂപയ്ക്ക് ഈ തക്കാളി വിൽക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഈ തക്കാളിയുടെ വിലക്കുറവ് നോക്കി, സാധാരണ ഇതിൽ മാർക്കറ്റിൽ അങ്ങനെയാണല്ലോ, തക്കാളിയുടെ വില എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ടാണല്ലോ മറ്റ് സാധനങ്ങളുടെ വില എത്രത്തോളം ഉണ്ട് എന്ന് സ്കെയിൽ ചെയ്യാറ്. പക്ഷേ ഈ തക്കാളിയുടെ വില നോക്കി മാർക്കറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ സാമ്പാറിന് വേണ്ടുന്ന മറ്റു ഉൽപ്പന്നങ്ങൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാൽ അതിനൊക്കെ വലിയ വർധനമുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഉള്ളി, അതായത് സവാളയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ 72 രൂപയാണ് ഇപ്പോൾ സവാളയ്ക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ വിലയുള്ളതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ വെണ്ടയ്ക്കും വലിയ തരത്തിൽ വില വർദ്ധിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് സഹലുണ്ട്, നമുക്ക് ഈ കടയുടെ ഉടമയാണ്. ഇന്നിപ്പോൾ പാളയം മാർക്കറ്റിൽ വലിയ തിരക്കുണ്ട്. കാരണം ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ വ്യാപാരികളൊക്കെ ഈ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ പച്ചക്കറികൾ വാങ്ങുന്നത്. ഏതായാലും ഇന്ന് നല്ല തിരക്കുണ്ടല്ലേ? തിരക്കുള്ള ദിവസം. ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് വില കൂടുതലുള്ളത്? വില കൂടുതലിപ്പോൾ ഉള്ളത് ഉള്ളി തന്നെ ഉള്ളൂ. ദീപാവലിക്ക് ശേഷം ഉള്ളി ഭയങ്കര റേറ്റ് കൂടി. ബാക്കിയുള്ളതൊക്കെ ഒരു നോർമൽ റേറ്റ് തന്നെ ഉള്ളൂ, കൂടുതലൊന്നും വലിയ റേറ്റ് ആയിട്ടില്ല. എന്താണ് ഇങ്ങനെ ഉള്ളിക്ക് ഇങ്ങനെ വില കൂടുന്നത്? ഉള്ളി ആ ദീപാവലിൻ്റെ ടൈമിൽ കൂടിയതാണ്, പിന്നെ കുറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ 70-75 വരെയൊക്കെ പോകുന്നുണ്ട്. വെളുത്തുള്ളിക്ക് എങ്ങനെയാണ് റേറ്റ്? വെളുത്തുള്ളി 330 വരെ റേറ്റാണ്. അതിപ്പം കൂടിയതാണോ? അല്ല, അത് ഇപ്പോൾ ഒരു 2 മാസമായിട്ട് കൂടുതലാണ്. ഇഞ്ചിക്ക് നേരത്തെ വലിയ തരത്തിലുള്ള റേറ്റ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴെങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി? ഇഞ്ചി ഇപ്പോൾ 35-40 രൂപ കണ്ടീഷനോ വളരെ കുറഞ്ഞു. വളരെ കുറഞ്ഞു. അതുകൊണ്ട് നേരത്തെ തിരുവനന്തപുരത്ത് പറഞ്ഞത് 80 രൂപയ്ക്ക് മുകളിലായിരുന്നു ഇഞ്ചിക്ക് വില എന്നുള്ളത്. പക്ഷേ ഇവിടെ 35 രൂപയിലേക്ക് താഴേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റേത് ഏതിനൊക്കെയാണ് വില കൂടുതലുള്ളത്? വില ബാക്കിയുള്ളതൊക്കെ കുറവാണ്. പിന്നെ തക്കാളിയൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു 100 രൂപ 200 രൂപ ബോക്സിൻ്റെ മുകളിൽ കൂടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ മാസം കുറഞ്ഞിരുന്നു, പക്ഷേ വീണ്ടും ചെറിയൊരു കൂടുതൽ വന്നിട്ടുണ്ട്. എന്നാലും ഒരു 26-27 രൂപ കിലോന് റേറ്റ് വരുള്ളൂ. ബോക്സിന് ഒരു 200 രൂപ കൂടി ഉണ്ടാവും. ഇത് മഴ കൊണ്ടാണോ? മഴ കൊണ്ടല്ല, ഇപ്പോൾ മറ്റേ ശബരിമല സീസണൊക്കെ ആയില്ല, അപ്പോൾ ഇവിടെ കൺസ്യൂമിങ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയൊരു റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇതും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അല്ലേ? ഉള്ളി ദീപാവലിൻ്റെ ടൈമിൽ കൂടിയതാണ്. അവിടെ ദീപാവലിൻ്റെ ടൈമിൽ ലീവായപ്പോൾ കുറച്ച് റേറ്റ് നല്ല ജമ്പായി. ഉള്ളി കിട്ടാനില്ലാത്തൊരു സാഹചര്യമായിരുന്നു ഇവിടെ. ഓക്കെ, ഭയങ്കര റേറ്റ് ജമ്പായിരുന്നു. വില കൂടിയപ്പോൾ കച്ചവടം കുറഞ്ഞിട്ടുണ്ടോ? കച്ചവടം ഉള്ളി ഉപയോഗം ആൾക്കാർ ലേശം കുറച്ച്. അരുൺ, ഇത് തന്നെയാണ് ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഈ പച്ചക്കറിക്ക് ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. അത്രത്തോളം ലഭ്യത ഇപ്പോൾ മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില വില വർധനവ് ചില സാധനങ്ങൾക്ക്, അതായത് തക്കാളിക്കൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്. ഉള്ളിക്ക്, വെളുത്തുള്ളി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് വലിയ തരത്തിൽ വില വർദ്ധിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഏതായാലും മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കോഴിക്കോട്ട് വില കുറവാണ് എന്ന് തന്നെ വേണം പറയാൻ. അരുൺ, ഏകാഭിലാഷി, സുലു എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു, പച്ചക്കറിക്കും ചിക്കനും വില കൂടിയാൽ ഹോട്ടലുകാർ വില വർദ്ധിപ്പിക്കും. സംഭവം ശരിയാ. പ്രത്യേകിച്ച് പൂനെ സവാളയ്ക്കൊക്കെ വില കൂടിക്കഴിഞ്ഞാൽ ചിക്കന് വില കൂടും. ചിക്കൻ ബിരിയാണി അടക്കം, ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, ഇതിനൊക്കെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വില കൂടിക്കഴിഞ്ഞാൽ ഈ പച്ചക്കറിയുടെ വില താഴ്ത്തിയാൽ പോലും ഈ ഹോട്ടലുകാർ വില കുറയ്ക്കില്ല എന്നൊരു പരാതി ഒരു പ്രേക്ഷകൻ പറയുന്നു. അതൊരു പരിധിവരെ ശരിയായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് കാലാവസ്ഥാ വ്യതിയാനം കൂടി ഉണ്ടായ ഒരു വില വർധനമാണ് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക. എന്തായാലും നടുമുടിക്കുന്ന രീതിയിൽ പല പച്ചക്കറിയുടെയും വില കൂടുന്നു. മുരിങ്ങക്കാൾ നല്ല വില കൂടിയിട്ടുണ്ട്. സവാള 10 രൂപയോളം വർദ്ധിച്ചിട്ടുണ്ട്. പൂനെ 10 രൂപയല്ല വർദ്ധിച്ചിരിക്കുന്നത്, തക്കാളിക്കാണ് 10 രൂപ. പൂനെ സവാള വർദ്ധിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് വരുന്ന ഇഞ്ചി ഇപ്പോൾ കിട്ടാനില്ലാത്തൊരവസ്ഥയുണ്ട്. മണ്ഡലകാലം കൂടിയാണ്, പ്രത്യേകിച്ച് ഈ മാസം കടന്നുകൂടണം. അപ്പോൾ അത്യാവശ്യം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. വെളുത്തുള്ളി വാങ്ങാൻ പോകുമ്പോൾ ഗ്രാമടിസ്ഥാനത്തിൽ വാങ്ങിയാലേ വല്ല രക്ഷയുള്ളൂ. വെളുത്തുള്ളിക്ക് നല്ല വില കയറി കിടക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളി ഉപയോഗിച്ചുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ അടുക്കളയിൽ നിന്ന് സാധാരണക്കാരായ ആളുകൾ തൽക്കാലത്തേക്ക് ഒന്ന് പിടിച്ചുപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ പൂനെ സവാളയ്ക്ക് പകരം മധുരമുള്ള കുഞ്ഞ് സവാള കിട്ടും, അത് ഉപയോഗിച്ചുള്ള ചെറിയ കറികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. താങ്ക് യു സൈഫുനീസ, താങ്ക് യു അരുൺ സോളമൻ, താങ്ക് യു അഭിലാഷ്, നമുക്കൊപ്പം വിലവർദ്ധനവിൻ്റെ വിവരങ്ങൾ വിവരങ്ങൾ നൽകിയത്. പക്ഷേ ഇത് ഒരു ശാശ്വതമായി നിൽക്കുന്നതല്ല. ഇതിപ്പം കാലാവസ്ഥ മാറുന്നതോടുകൂടി ഈ വിലയൊക്കെ താഴോട്ട് വരും എന്നുള്ളതും പ്രത്യേകം പ്രേക്ഷകർ ശ്രദ്ധിക്കുക.